2011 ഇസ്തിഖാമ സ്റ്റേജിൽ ജബ്ബാർ മൗലവിയെ ഇരുത്തിക്കൊണ്ട് അൽ ഇസ്ലാഹ് കാണിച്ചുകൊണ്ട് ഘോരഘോരം തൊണ്ട പൊട്ടി പ്രസംഗിച്ചില്ലേ? അതന്നെയല്ലേ ആ ചുക്കുചോലക്കൽ ചേക്കും പൂക്കും പാലക്കൽ പോക്കും. അതെന്തി അപ്പൊ അത് പറ്റിയില്ലേ? നിങ്ങൾ ആരെയും കബളിപ്പിക്കണത്? ഇവിടെ നിങ്ങൾ വൈകാരികത ഒരുപാട് സമയമെടുത്ത് ഹുസൈൻ സലഫിയെ നിങ്ങൾ എന്തിനാ നിങ്ങൾ ക്രൂശിക്കണത്? നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടാകും. അദ്ദേഹത്തിന്റെ സരസിൽ ദീന് കേൾക്കാൻ വരുന്ന നല്ലവരായ മനുഷ്യരെ കാണുമ്പോൾ നിങ്ങൾക്കൊരു വിറയലും വിറളിയൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അതങ്ങനെ തന്നെയാണ്. ഇനി മൂന്നാമത്തത്, 2011 ജിദ്ദയിലും ജാമിയയിലും അബ്ദുറഹ്മാൻ സലഫി അൽ ഇസ്ലാഹിലെ ലേഖനം ന്യായീകരിച്ച് പ്രസംഗിച്ചില്ലേ? അതിൽ ശിർക്കില്ല, എന്താ കുഴപ്പമുള്ളത് പ്രസംഗിച്ചില്ലേ? അപ്പൊ ഈ 2 പേരുണ്ടായില്ലേ? എന്തേ അങ്ങനെ പേടിയും പ്രശ്നമാണെങ്കിൽ എന്തിനാ ന്യായീകരിച്ചത്? അപ്പോ അതൊന്നും അല്ല കാര്യം. അത് നിങ്ങൾക്ക് പറ്റിയ ഒരു അമളിയാണ്. ആ അമളിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ നോക്കുകയാണ് എന്ന് മാത്രം. ഇനി തീർന്നില്ല, ഇനി അടുത്തൊരു ഇസ്ലാഹ് പരിചയപ്പെടുത്താം. അപ്പോഴാണല്ലോ ഇസ്ലാഹ് നമുക്ക് ഇസ്ലാഹ് കൊണ്ട് തന്നെ തീർക്കുക. ഇതാ കേട്ടോളി, അൽ ഇസ്ലാഹ് മാസിക ഒക്ടോബർ 2013 ആട്ടോ. കേൾക്കണേ, 2008 കഴിഞ്ഞ് 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 11 12 കഴിഞ്ഞ് 13, 2013 ഈ ഇസ്ലാഹിൽ ഇതിന്റെ അവസാനത്തെ ലേഖനം ആ ഫിത്തിന അങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു, ഭാഗം 3. ആരാണ്? PAJ തുറക്കൽ. ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ മൗലവി റഹിമഹുള്ളയുടെ മറ്റൊരു പേര് PAJ തുറക്കൽ. എത്ര കൊല്ലം കഴിഞ്ഞിട്ട ഈ ലേഖനം? അങ്ങനെ പേടിയുണ്ടെങ്കിൽ, അത് പ്രശ്നമാണെങ്കിൽ, അത് ശിർക്കാണെങ്കിൽ എന്തേ PAJ തുറക്കൽ എന്ന പേരിൽ അടുത്ത ലേഖനം വന്നത്? ശരി, ഇനി ഈ ലേഖനത്തില് ഇത് ഷബാബിന് മറുപടിയുടെ ലേഖനം, ഷിർക്ക് ജബ്ബാർ മൗലവി റഹിമഹുള്ളയുടെ പേരിൽ പ്രചരിപ്പിച്ച ഷബാബുകാർക്കുള്ള മറുപടി കേട്ടോ. കേട്ടോളി, ഇതൊക്കെ എന്താ അറിയോ? അള്ളാന്റെ ദീനാണ് സത്യം, നമ്മൾ കൊണ്ടു നടക്കുന്നതാണ് ഹക്ക്. അതിനെ തകർക്കാൻ ഏത് ബാത്തിൽ കൊണ്ടെറിഞ്ഞാലും അള്ളാഹുവിന്റെ സത്യം കൊണ്ട് നേരിടാൻ കഴിയും എന്നതിന്റെ വലിയ തെളിവാണ്. കണ്ടോളി, എന്താ അറിയോ? ഇതിന്റെ 40ാമത്തെ പേജ്. ഒരു കാര്യം വ്യക്തമാക്കട്ടെ. ആരാ പറയണു? PAJ തുറക്കൽ. നിങ്ങൾ ഇവിടെ എടുത്തു കാട്ടിയ അൽ ഇസ്ലാഹിലെ ആ 2 പേരിന്റെ ഉടമ ആരാണോ അദ്ദേഹം തന്നെ പറയുന്നു. കേട്ടോളി, ഷബാബുകാർ എല്ലാവരും കൂടിച്ചേർന്ന് കളിച്ചാലും ഇസ്ലാഹ് മാസികയിലെ ആ വരികളിൽ ശിർക്ക് കാണിച്ചു തരാൻ സാധ്യമല്ല. ആര്? PAJ തുറക്കൽ. അപ്പോ ആ ചേക്കു പോക്കു പേര് പേടികൊണ്ടല്ല, അത് ജബ്ബാർ മൗലവിയുടെ ഒരു രീതിയായിരുന്നു. ജബ്ബാർ മൗലവിയുടെ ഈ വരികൾ ഇവിടേക്ക് വേണ്ടി ഈ ഉള്ളവനൊന്ന് മാറ്റുകയാണ്. അഥവാ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, MD CD എല്ലാവരും കൂടിച്ചേർന്ന് കളിച്ചാലും ഇസ്ലാഹ് മാസികയിലെ ആ വരികളിൽ ശിർക്ക് കാണിച്ചു തരാൻ സാധ്യമല്ല. MD CD ടീം ഒരുമിച്ച് കളിച്ചാലും ആ ഇസ്ലാഹ് മാസികയിലെ വരികളിൽ ശിർക്ക് കാണിച്ചു സാധ്യമല്ല. ഇനി ഇതിന്റെ അവസാനം ഒന്നുകൂടി ഉണ്ട്, അതും നല്ല രസം. കേട്ടോളി, 49. എന്താ അറിയോ? ഇതാണ് നിലപാട് എന്ന് പറഞ്ഞാൽ. ഈ നിലപാട് തൗഹീദുള്ള, ആത്മാർത്ഥതയുള്ള, പരലോകബോധമുള്ള പുരോഹിതന്മാരെയും മുസ്ലിയാക്കന്മാരെയും പ്രമാണങ്ങൾ കൊണ്ട് അവരുടെ വാദഗതികളെ തകർത്ത ഒരു മഹാപണ്ഡിതന്റെ നിലപാടാണ്. കേട്ടോളി, എന്താ? ഉദ്ദേശിക്കാത്തതും എഴുതാത്തതും മനസ്സിലാക്കിയാൽ ഖേദമുണ്ടാകും എന്നത് ശരിയാണ്. എന്നാൽ എഴുതാത്തതും ഉദ്ദേശിക്കാത്തതും പറഞ്ഞുണ്ടാക്കിയാലോ, കണ്ടോ, എഴുതാത്തതും ഉദ്ദേശിക്കാത്തതും പറഞ്ഞുണ്ടാക്കിയാലോ? അൽ ഇസ്ലാഹ് മാസികയിൽ ജബ്ബാർ മൗലവി എഴുതാത്തത്, ജബ്ബാർ മൗലവി പറയാത്തത് നിങ്ങൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നു. ഖേദമുണ്ടാവും, സങ്കടം ഉണ്ടാകും. എവിടുന്ന് ഞങ്ങൾ തൗബ ചെയ്യാ? എവിടുന്ന് ഞങ്ങൾ മാപ്പ് പറയാ? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളുടെ ഭാഷയിൽ അംർ ബിൻ ലുഹൈ അല്ലേ ജബ്ബാർ മൗലവി റഹിമഹുല്ല? നിങ്ങളുടെ ഭാഷയിൽ അറിവില്ലാത്ത അഖീദ ഗ്രന്ഥങ്ങൾ വായിക്കാത്ത ആളല്ലേ? നിങ്ങളുടെ ഭാഷയിൽ നാറിയ വ്യക്തിയല്ലേ? തൗബ ചെയ്തോളി, ഇസ്തിഗ്ഫാർ നടത്തിക്കോളിയും. അള്ളാന്റെ ദീനിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്, ഒരു പണ്ഡിതനാണ്. തീർന്നില്ല, കേട്ടോളി. നീ പറയാൻ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ലേഖനം അവസാനിപ്പിക്കട്ടെ. ഗ്രൂപ്പിന് വേണ്ടി സത്യത്തെ അസത്യമാക്കിയും അസത്യത്തെ സത്യമാക്കിയും എഴുതാനായി ഈ ഉള്ളവന് പേനയെടുക്കേണ്ടി വന്നിട്ടില്ല. ഇതാണോ നിലപാട്? ഇതാണ് പ്രമാണം?
ഇതാണ് തൗഹീദ്, ഇതാണ് അഭിമാനം, ഇതാണ് അന്തസ്. പ്രമാണിമാരുടെ കാഴ്ചവട്ടിൽ പ്രമാണം കാഴ്ചവെച്ച്, ആദർശം കാഴ്ചവെച്ച് വലിയ വീമ്പിളക്കലല്ല. ജബ്ബാർ മൗലവി അതിന് മുതിർന്നിട്ടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കുകയും ചെയ്യട്ടെ. കണ്ടോ, ഇങ്ങനെ പ്രാർത്ഥിച്ച ലേഖനം 2013 വന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ചുക്കും ചേലക്കൽ ചേക്കും പോക്കൊക്കെ അവിടെ വെച്ചളി. അതുമൊന്നും വിസ്ഡത്തെ തളർത്താനും വിസ്ഡത്തെ പ്രയാസപ്പെടുത്താനും കുഴക്കാനും നിങ്ങൾക്ക് സാധിക്കില്ല. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മയ്യുജാദിലു ഫില്ലാഹി, അള്ളാന്റെ മാർഗത്തിൽ തർക്കിക്കുന്നവർ, ബിഗൈരി ഇൽമിൻ, വേണ്ട അറിവൊന്നുമില്ല. എന്നിട്ടോ വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ്, ധിക്കാരികളായി താന്തോന്നികളായി നടത്തുന്ന ആ ശൈത്വാന്മാരെ പിൻപറ്റി നടക്കുന്ന കുറെ ആളുകളുണ്ട്. ആ വഴിയിലേക്ക് നിങ്ങൾ പോയതിന് ഞങ്ങളെ കുറ്റം പറയണ്ട എന്നാണ് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്.